ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു മുട്ടക്കറി റെസിപ്പി ഉണ്ടല്ലോ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കിതാ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 സവാളയും കൂട്ടി കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു കറിക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു കറീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഗീ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക കേട്ടോ. കാരണം സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ മാത്രമേ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് വഴന്ന് വരട്ടെ. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരവ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങയുടെ അരവുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ടൊന്നും ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇഷ്ടത്തിനുള്ള എരിവുണ്ടാവും കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് വഴന്ന് വന്ന് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം കൂടി വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഒന്ന് ഉപ്പെല്ലാം നോക്കാം കേട്ടോ. ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മുട്ട വേവിച്ചിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ അപ്പാടെ അതങ്ങ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറിക്ക് ഞാനിപ്പോൾ ഏകദേശം 5 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു 5-6 നമ്മൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു അളവിന് 5-6 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പം നമുക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിരുന്ന് സവാളയുടെ നമ്മൾ അരവൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിനൊക്കെ അളവ് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് വേവിച്ചിട്ടെടുക്കേണ്ട, അതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടുന്ന ആ രീതിക്ക് വേണം നമ്മൾ ഈ കറി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുട്ടയൊക്കെ അങ്ങ് എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു മുട്ടക്കറി റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.